എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. നിങ്ങൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിൽ നിന്ന് ഒരു മാർക്ക് പോലും കൂടുന്നില്ല, അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണ്, എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കുമോ നിങ്ങൾക്ക് മാർക്ക് കൂടാത്തത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, അതായത് എന്തെങ്കിലും OMR എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ആ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് മാർക്ക് നല്ല രീതിയിൽ കൂടും. പിന്നീട് ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ചെറിയ വ്യത്യാസം വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓപ്ഷൻസ് കാണുമ്പം കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ ഓപ്ഷൻസ് കാണുമ്പം എല്ലാ ഓപ്ഷൻസും ആൻസറായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളവിടെ പഠിക്കേണ്ട മെത്തേഡ് മാറ്റേണ്ട ടൈം ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പഠനത്തോടൊപ്പം പ്രാധാന്യം കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് കാര്യം പഠിക്കുകയാണെങ്കിലും നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറേ പോയിന്റുകൾ ഓർമ്മയുണ്ടാവും, കുറച്ച് ദിവസത്തിന് ശേഷം പോയിന്റുകൾ മറന്നു പോവാം. അത് എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. എല്ലാ പോയിന്റുകളും നമുക്ക് മൈൻഡിൽ നിൽക്കില്ല. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ ആണെങ്കിൽ പ്രത്യേകിച്ച് അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകും. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ടോപ്പിക്ക് കണ്ടൻ്റ് അടക്കമുള്ളത് നിങ്ങൾ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്ത് ആ ഒരു കണ്ടൻ്റ് തന്നെ ഒരു 4-5 തവണ മുഴുവൻ റിവൈസ് ചെയ്യുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നില്ല. നിങ്ങളൊരു 2 ദിവസത്തിൽ അല്ലെങ്കിൽ 3 ദിവസത്തിൽ ഒരിക്കൽ, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, 2 ആഴ്ചയിലൊരിക്കൽ അങ്ങനെ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്ത് നല്ല രീതിയിൽ ആ ടോപ്പിക്ക് മുഴുവൻ പഠിച്ചെടുക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് ഇതുപോലെ റിവൈസ് ചെയ്തതിന് ശേഷം ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് എടുത്ത് വെക്കുക. നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും സെപ്പറേറ്റ് എഴുതി വെക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആൻസർ അതിൻ്റെ അടുത്ത് തന്നെ മാർക്ക് ചെയ്യാതെ മാറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് മൊത്തം ടോപ്പിക്ക് മുഴുവൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, കണ്ടൻറ്റ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം ഗ്യാപ്പ് എടുക്കുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 1-2 ദിവസം ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ആൻസർ കൂടുതലായിട്ട് തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്കിൽ കറക്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ടോപ്പിക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. പിന്നെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പം എല്ലാത്തിനും കറക്റ്റ് ആൻസറാണ് മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതിൽ വരുന്ന ഓപ്ഷൻസ് ഓരോന്നും ആ ഓപ്ഷൻസ് വരുന്നത് എന്ത് പോയിൻ്റാണ്, അല്ലെങ്കിൽ ആ ഓപ്ഷൻസ് ആൻസറായിട്ട് വരുന്നത് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ്, റിപ്പോർട്ടർ തുടങ്ങിയ എല്ലാ പോസ്റ്റുകൾക്കും, അതായത് KGT, ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ് ക്വാളിഫിക്കേഷനും വരുന്ന എല്ലാ പോസ്റ്റുകൾക്കും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്. 50 മാർക്കാണ് ഒരു എക്സാമിന് നിങ്ങൾക്ക് വരുന്നത്. അതായത് ആ ഒരു എക്സാമിൻ്റെ പകുതി മാർക്ക് ഈ 2 സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം പോയിന്റുകൾ ഉൾപ്പെടുത്തി ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് റെക്കോർഡഡ് ക്ലാസ്സും PDF നോട്ട്സും ആണ് വരുന്നത്. അപ്പോൾ അത് ഈ ഒരു സെക്ഷൻ മൊത്തം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഫീസ് വരുന്നത് 300 രൂപയാണ് ഫീസ് വരുന്നത്. നിങ്ങൾക്ക് 1 ഇയർ വാലിഡിറ്റി ഉണ്ടാകുന്നതായിരിക്കും. അതായത് ഈ മെറ്റീരിയൽ മൊത്തത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മൊത്തം ടോപ്പിക്കും വരുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ ഈ സ്ക്രീനിൽ കാണുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.